ഹലോ ട്രേഡേഴ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ നമുക്കിന്ന് നിഫ്റ്റിയിൽ നല്ലൊരു ട്രേഡ് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ട്രേഡിലേക്ക് തന്നെ നേരെ കിടക്കുക. അതിനുശേഷം നിങ്ങൾക്ക് കുറച്ച് ലെവൽസും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരാറുണ്ട്. നാളത്തേക്കാണെങ്കിൽ നാളത്തെ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയിൽ മെയിനായിട്ടുള്ള ലെവൽസും കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് തരാം. സോ ഈ ഒരു ട്രേഡ് ഞാൻ ഇന്ന് പ്ലാൻ ചെയ്ത് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ, ഇന്നലെ ഞാൻ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിസ് ചെയ്തപ്പോൾ അതിനകത്ത് പറഞ്ഞ ഒരു ലെവൽസ് ഉണ്ടല്ലോ നിഫ്റ്റിയിൽ മെയിനായിട്ടുള്ള സപ്പോർട്ട് ഏരിയ, റെസിസ്റ്റൻസ് ഏരിയ, ആ ഒരു പോയിന്റിൽ വെച്ച് നിങ്ങൾക്ക് പറഞ്ഞാൽ സെയിം ലെവലിൽ വെച്ചിട്ടായിരുന്നു ഞാനും ഒരു ട്രേഡ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ഇങ്ങനത്തെ ലെവലിൽ വരുമ്പോഴേക്കും നമുക്ക് നല്ല മൊമെൻറ്റം ക്യാച്ച് ചെയ്യാനും പറ്റുന്നത്. ആ ഒരു ട്രേഡിൻ്റെ ഡീറ്റെയിൽസാണ് ഇവിടെ കാണുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞ ലെവലായിരുന്നു. ആ ഒരു പോയിന്റിലേക്ക് എത്തി മാർക്കറ്റ് നല്ല രീതിയിൽ തന്നെ ആ പോയിന്റിനെ റെസ്പെക്റ്റ് ചെയ്തു. അതിനുശേഷം അപ്സൈഡിലേക്ക് കയറിയപ്പോഴും ഞാൻ ഒരു ട്രെൻഡ് ലൈൻ ട്രാപ്പ് നോക്കിയിട്ടായിരുന്നു അവിടെ നിന്ന് ട്രേഡ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം ആ ഒരു മൊമെൻറ്റം മൊത്തം തന്നെ ക്യാച്ച് ചെയ്തിട്ടുണ്ട്. ആ ഒരു ബ്രേക്ക് ഔട്ടിലൊക്കെ നോക്കുകയാണെങ്കിൽ ആ മൊമെൻറ്റം മൊത്തം ക്യാച്ച് ചെയ്തു. പ്രീമിയത്തിൻ്റെ ചാർട്ടിലേക്ക് നോക്കുകയാണെങ്കിലും ഞാൻ ഏകദേശം ഒരു 2 ലോട്ട് ഒരു 50 ക്വാണ്ടിറ്റി ആയിരുന്നു നിഫ്റ്റിയിൽ ബൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നോക്കുകയാണെങ്കിൽ പ്രീമിയത്തിൽ നല്ലൊരു മൊമെൻറ്റം തന്നെ കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം ഒരു മൊമെൻറ്റം ആ ഒരു 3-4 ക്യാൻഡിൽ മൊത്തത്തിലുള്ള മൊമെൻറ്റം മൊത്തം തന്നെ ഞാൻ ക്യാച്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ട്രേഡ് വന്നതിൻ്റെ ലെവൽ ഞാൻ കറക്റ്റായിട്ട് തന്നെ നിഫ്റ്റിൻ്റെ ചാർട്ടിലേക്ക് എടുത്ത് കാണിച്ചു തരാം. ഇന്നലെ ഞാൻ തന്നിട്ടുണ്ടായിരുന്ന 1-2 ലെവലാണ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നത്. കാരണം ഒരു റെസിസ്റ്റൻസ് ആയിട്ട് മെയിനായിട്ടുള്ളൊരു ലെവലും ഇന്നലത്തെ ഡേ ഹൈ, അതുപോലെ തന്നെ മാർക്കറ്റ് നല്ല രീതിയിൽ തന്നെ ബുള്ളിഷിലാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ച് മാർക്കറ്റ് വീണ്ടും സപ്പോർട്ട് എടുത്ത് അപ്പ് സൈഡിലേക്ക് തന്നെ പുഷ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു ലെവലിലേക്ക് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് നല്ല രീതിയിൽ തന്നെ ബുള്ളിഷിലല്ലേ. അപ്പോൾ ഇന്നലെ പറഞ്ഞതുണ്ടായിരുന്ന ഈ ഒരു ലെവലിൽ വെച്ചിട്ടാണ് മാർക്കറ്റ് ഇന്ന് റിവേഴ്സ് ആയിട്ടുണ്ടായിരുന്നത്. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ പ്രീവിയസ് ഡേ ഹൈൻ്റെ മുകളിൽ വെച്ചൊരു റെസിസ്റ്റൻസ് എടുത്ത് മാർക്കറ്റ് നല്ലൊരു ഫാൾ തന്നെ ഡൗൺ സൈഡിലേക്ക് തന്നു. നമ്മൾ പറഞ്ഞ ഈ ഒരു സപ്പോർട്ട് ലെവലിനെ ജസ്റ്റ് ഒന്ന് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു രീതി നോക്കുകയാണെങ്കിൽ നമുക്ക് അപ്പ് സൈഡിൽ നിന്ന് ഒരു ട്രേഡ് ഡൗൺ സൈഡിലേക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് ഒരു ട്രേഡ് ഡൗൺ സൈഡിലേക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ മെയിനായിട്ടുള്ള സപ്പോർട്ട് ഏരിയ ഇവിടെ തന്നെ ഇതുവരെ നമുക്ക് റൈഡ് ചെയ്യാനായിട്ടും പറ്റുന്നു. കാരണം അത്യാവശ്യം നല്ലൊരു മൊമെൻറ്റും മാർക്കറ്റിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ ട്രേഡ് വന്നിട്ടുണ്ടായിരുന്ന ലെവൽ ഞാൻ ഇന്നലെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ല. മാർക്കറ്റിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ച് സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം മാർക്കറ്റ് മൊത്തത്തിലുള്ള ട്രെൻഡ് നോക്കുകയാണെങ്കിൽ നല്ല ബുള്ളിഷ് തന്നെയാണ്. അപ്പോൾ ആ ഒരു ലെവൽ നോക്കിയിട്ട് ഈ ഒരു പോയിന്റിലേക്ക് ടാപ്പ് ചെയ്തു. അതിനുശേഷം അപ്പ് സൈഡിലേക്ക് കയറിയപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈൻ്റെ ട്രാപ്പ് നോക്കിയായിരുന്നു ഞാൻ ഈ ട്രേഡ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. മൊമെൻറ്റം നല്ല രീതിയിൽ തന്നെ മൊമെൻറ്റവും ഈ ഒരു പോയിന്റിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ ഒരുപാട് ട്രേഡ് ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും നമുക്ക് മൊമെൻറ്റം കിട്ടിയ ലെവൽസ് എന്ന് പറയുന്നത് ആ ഒരു മെയിനായിട്ടുള്ളൊരു സപ്പോർട്ട് ഏരിയയും ഈ ഒരു സപ്പോർട്ട് ഏരിയ അതുപോലെ തന്നെ ഈ ഒരു റെസിസ്റ്റൻസിലുമാണ് നല്ലൊരു മൊമെൻറ്റം നമുക്ക് കാണാൻ പറ്റിയത്. അതിനുശേഷം നമുക്ക് ഒരുപാട് ട്രേഡ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ട്രേഡ് പ്ലാൻ ചെയ്യണമെന്നുള്ളവർക്കാണെങ്കിൽ ഇതിനകത്തൊക്കെ ഒരുപാട് ട്രേഡ് ഉണ്ടാവും. കാരണം മെയിനായിട്ടുള്ള സപ്പോർട്ട് ഏരിയ ആണല്ലോ. ഇത് ബ്രേക്ക് ചെയ്തു, ഇതൊരു റീടെസ്റ്റ് ആയിട്ട് ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഒരു ചെറിയ സ്കാൽപ്പ് ട്രേഡ് ഇവിടെ ഉണ്ടായിരുന്നു അപ്പ് സൈഡിലേക്ക്. അത് കോസ്റ്റിലാണ് എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നോക്കുകയാണെങ്കിലും ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് ഇവിടെ സപ്പോർട്ടായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്നും വേണമെങ്കിൽ ഒരു ട്രേഡ് പ്ലാൻ ചെയ്യായിരുന്നു. കറക്റ്റായിട്ട് ഇവിടെ നിന്ന് പ്ലാൻ ചെയ്യുകയാണെങ്കിലും നെക്സ്റ്റ് ഒരു റെസിസ്റ്റൻസ് ഏരിയ ഒക്കെ ഉണ്ടല്ലോ, അതുവരെ ടാർഗറ്റ് വെച്ച് അങ്ങനെയും ട്രേഡ് പ്ലാൻ ചെയ്യായിരുന്നു. അപ്പോൾ ഈ ഒരു ട്രേഡൊക്കെയാണ് നിഫ്റ്റിയിൽ ഉണ്ടായിരുന്നത്. പിന്നെ മോർണിംഗ് ടൈമിലൊക്കെയായിരുന്നു നല്ല മൊമെൻറ്റം ഉണ്ടായിരുന്നു. അപ്പോൾ മോർണിംഗ് തന്നെ നല്ലൊരു ട്രേഡ് ക്യാച്ച് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റിൽ നിന്ന് എടുക്കാമെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇന്ന് എക്സ്പയറി ആയിരുന്നു ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു കുറച്ച് ട്രേഡ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ മാർക്കറ്റിൽ മോർണിംഗ് ടൈമിലാണ് നമുക്ക് ട്രെൻഡ് കണ്ടിന്യൂവേഷൻ നമ്മുടെ റീടെസ്റ്റ് സ്ട്രാറ്റജിയൊക്കെ പ്രകാരം നല്ലൊരു ട്രേഡ് ആ ഒരു പോയിന്റിലും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു പോയിന്റ് കണ്ടില്ലേ, ഇതൊരു റെസിസ്റ്റൻസ് ആയിരുന്നു. അത് ബ്രേക്ക് ചെയ്തൊരു സപ്പോർട്ട് എടുത്ത് ഈ ഒരു പോയിന്റിലൊക്കെ നല്ലൊരു ട്രേഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ 1-2 ക്വാളിറ്റി ട്രേഡ്സ് മാത്രം നമുക്ക് പോരെ. അപ്പോൾ ആ ഒരു ട്രേഡ് കിട്ടി. അതിനുശേഷം നോക്കുകയാണെങ്കിലും ചെറിയൊരു ട്രാപ്പ് ഇവിടെ നടന്നിട്ടുണ്ട്. ഡേ ഹൈയിൽ ഇവിടെ വെച്ചൊരു ട്രാപ്പ് നടത്തി അതിനുശേഷമായിരുന്നു നല്ലൊരു മൊമെൻറ്റം ഉണ്ടായിരുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ എക്സ്പയറി ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിനുള്ളിൽ ആ ഒരു റേഞ്ചിലൊക്കെ ട്രേഡ് ചെയ്യുന്ന കുറച്ച് റിസ്ക് ആയിരുന്നു. ലാസ്റ്റ് മിനിറ്റിലൊരു ബ്രേക്ക് ഔട്ട്, ഈ ഒരു ബ്രേക്ക് ഔട്ടിലാണ് പിന്നെ നല്ലൊരു മൂവ് ഉണ്ടായിരുന്നത്. പ്രീമിയൊക്കെയാണ് നല്ലൊരു ഷൂട്ടായിട്ടുണ്ട്. റീടെസ്റ്റ് ഈ ഒരു പോയിന്റ് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ട്രേഡുകളൊക്കെയായിരുന്നു നമുക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നാളത്തേക്കുള്ള ലെവൽസ് നോക്കുകയാണെങ്കിലും മെയിനായിട്ട് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഇന്നത്തെ ഡേ ഹൈ ഉണ്ടല്ലോ, ആ ഒരു പോയിന്റ് തന്നെ കൊടുക്കും. കാരണം ഓൾ ടൈം ഹൈയും ബ്രേക്ക് ചെയ്ത് നല്ലൊരു മൂവ് തന്നെ അപ്പ് സൈഡിലേക്ക് തന്നതാണ്. അപ്പോൾ ഡേ ഹൈ ഒന്ന് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് എന്തായാലും മാർക്ക് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ഈ ഒരു പോയിന്റിലേക്ക് വരുവാണെങ്കിൽ ഒരു ട്രാപ്പ് നടത്തി ഡൗൺ സൈഡിലേക്ക് നല്ലൊരു മൊമെൻറ്റം നമുക്കൊന്ന് എക്സ്പെക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് ഈ ഒരു പോയിന്റും വാച്ച് ചെയ്തു. കാരണം ഈ ഒരു പോയിന്റ് എല്ലാം ഒന്ന് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സപ്പോർട്ടും എടുത്തിട്ടുണ്ട്. ഈ ഒരു പോയിന്റ് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 51,250 ആ ഒരു പോയിന്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്തു. അതുപോലെ തന്നെ ഈ ഒരു ദിവസത്തെ ഡേ ലോയും ഈ ഒരു പോയിന്റും എന്തായാലും നമുക്കൊന്ന് വാച്ച് ചെയ്യാം. കാരണം ഈ ഒരു 3 പോയിന്റാണ് മെയിനായിട്ട് ഞാൻ നോക്കുന്നത്. നമ്മൾ ഒരുപാട് ലെവൽസ് മാർക്കറ്റിൽ നോക്കിയിട്ടും കാര്യമൊന്നുമില്ല. കാരണം വർക്കാവുന്ന ഒരു കുറച്ച് ലെവൽസ് ഉണ്ടല്ലോ നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറ്റുന്നത്. എല്ലാ ലെവലും ഞാൻ പറയാത്തതിൻ്റെ റീസൺ നമുക്ക് മൊമെൻറ്റം വരുന്ന 1-2 പോയിന്റ് മാത്രം മാർക്കറ്റിൽ നോക്കിയാൽ മതി. ആ ഒരു ഏരിയയിൽ വെച്ച് നല്ലൊരു ട്രേഡ് കിട്ടുവാണെങ്കിൽ
അതായിരിക്കും നമുക്ക് നല്ലത്. കാരണം മൊമെൻറ്റവും കൂടെ വേണമല്ലോ, ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ മൊമെൻറ്റവും കൂടെ വേണം ഓപ്ഷൻ ബൈങ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഈ ഒരു ലെവൽസാണ് വാച്ച് ചെയ്യുന്നത്. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു 2-3 ലെവൽസ് മാത്രമേ വാച്ച് ചെയ്യുന്നുള്ളൂ. പിന്നെ മാർക്കറ്റ് നല്ല രീതിയിൽ തന്നെ ബുള്ളിഷിലാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ച് ഡൗൺ സൈഡിലേക്ക് ഒരു നല്ല ട്രേഡ് കിട്ടുവാണെങ്കിൽ റൈഡ് ചെയ്യാൻ നല്ലൊരു കിട്ടുന്ന ട്രേഡ് മാത്രം പ്ലാൻ ചെയ്താൽ അഗ്രസീവായിട്ട് ഡൗൺ സൈഡിലേക്ക് നോക്കണം എന്നില്ല. മാർക്കറ്റ് അപ്പ് വേണമെങ്കിലും അപ്പ് സൈഡിലേക്ക് തന്നെ പുഷ് ചെയ്യാം. കാരണം ഇന്ന് നല്ലൊരു സെല്ലിംഗ് ഒക്കെ കാണിച്ചതിന് ശേഷം അതേപോലെ തന്നെയാണ് റിക്കവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നിഫ്റ്റീൻ്റെ കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി നാളെ എക്സ്പയറി ഉണ്ട്. അപ്പോൾ അതിൽ കുറച്ച് സേഫായിട്ട് തന്നെ നോക്കേണ്ടതുണ്ട്. ഒരു ഹയസ്റ്റ് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ഇന്നത്തെ ഡേ ഹൈ തന്നെ വാച്ച് ചെയ്യാം. ഒരു 22,660 ആ ഒരു പോയിന്റ് വാച്ച് ചെയ്യാം. പിന്നെ സപ്പോർട്ട് ഏരിയ ആയിട്ടും ഈ ഒരു പോയിന്റിനെ വാച്ച് ചെയ്യാൻ നല്ലതാണ്. കാരണം ഈ ഒരു പോയിന്റ് തന്നെ ഒരു സപ്പോർട്ടായിട്ടും റെസിസ്റ്റൻസ് ആയിട്ടും അതുപോലെ തന്നെ ഇവിടെ നല്ല സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. പ്രീവിയസ്ലി ഉള്ള ചാർട്ടിലേക്ക് നോക്കുകയാണെങ്കിലും ഈ ഒരു പോയിന്റിനെ തന്നെ ഒന്ന് വാച്ച് ചെയ്താൽ മതി. കാരണം ഇവിടെ നല്ല സപ്പോർട്ടായിട്ട് നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ ഡേ ലോ ഉണ്ടല്ലോ, ഇതാണ് മെയിനായിട്ടുള്ളൊരു സപ്പോർട്ട് ഏരിയ ആയിട്ട് വാച്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റിലേക്ക് എങ്ങനെ ട്രേഡുകൾ പ്ലാൻ ചെയ്യണം എന്നുള്ള കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എങ്ങനെ ട്രേഡ് എടുക്കേണ്ടതെന്നുള്ള ഏകദേശം ഐഡിയ ഒക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. ഒന്നെങ്കിൽ ഹയർ ടൈം ഫ്രെയിമിലൊരു അവിടെ നിന്ന് സപ്പോർട്ടൊക്കെ എടുക്കുന്ന രീതിയിൽ കാണുവാണെങ്കിൽ അങ്ങനെയും ട്രേഡ് പ്ലാൻ ചെയ്യാം. ഇല്ല കൂടുതൽ ഐഡിയ ഉള്ളവരാണെങ്കിൽ പറഞ്ഞ പോലെ സ്കാൽപ്പിംഗ് 1 മിനിറ്റിൽ ട്രാപ്പോ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടും ട്രേഡ് പ്ലാൻ ചെയ്യാം. പിന്നെ കണ്ടിന്യൂഷനൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് ട്രേഡുകൾ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജിയൊക്കെ നമ്മുടെ ചാനലിൽ തന്നെ ഷെയർ ചെയ്തിട്ടുമുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിലെല്ലാം ഒന്ന് ഫോളോ ചെയ്യുക. പിന്നെ നാളെ എക്സ്പയറിയാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ നിഫ്റ്റിയിൽ. കുറച്ച് സേഫായിട്ടുള്ള ട്രേഡ്സ് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ പ്ലാൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ വീഡിയോ ഏതൊരു തരത്തിൽ യൂസ്ഫുൾ ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. നമുക്ക് പറ്റുവാണെങ്കിൽ നാളെ ഒരു ലൈവ് ട്രേഡ് ചെയ്യാം. നമുക്ക് ലൈവ് ട്രേഡ് പ്ലാൻ ചെയ്യാം. സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ.